വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വചനങ്ങൾ ഈശോ പഠിപ്പിക്കുകയാണ്. ആടുകളുടെ വേഷത്തിൽ വരുന്ന ഉള്ളിൽ കടിച്ചിരുന്ന ചെന്നായ്ക്കളായ വ്യാജ പ്രവാചകന്മാരെ നാം സൂക്ഷിക്കണം. ഫലങ്ങളിൽ നിന്ന് അവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ആടുകളുടെ വേഷത്തിൽ വരുന്ന ചെന്നായ്ക്കളായ വ്യാജ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പേരും പറഞ്ഞു വരുന്ന, കണ്ടാൽ നിഷ്കളങ്കരും നിരുപദ്രവകാരികളുമായി കാണപ്പെടുന്ന, എന്നാൽ ഉള്ളിൽ സ്വാർത്ഥനേട്ടമോ തിന്മയോ നമ്മുടെ നാശമൊക്കെ ആഗ്രഹിച്ച് നമ്മുടെ നന്മയോ നിത്യജീവനൊന്നും ആഗ്രഹിക്കാത്ത നമ്മെ സമീപിക്കുന്ന വ്യാജ ഉപദേശകർ, നാം അവരെ സൂക്ഷിക്കുമെന്ന് ഈശോ വചനങ്ങൾ പഠിപ്പിക്കുകയാണ്. ഫലങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ദൈവത്തിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ദൈവാത്മാവിൻ്റെ ഫലങ്ങൾ അവരിലുണ്ടാകും. അതായത് സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം, സമാധാനം, സന്തോഷം. ഗലാത്യ പുസ്തകം 5-ാം അധ്യായം 17-ാം വചനത്തിൽ ആത്മാവിൻ്റെ നല്ല ഫലങ്ങളെപ്പറ്റി വചനം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഫലങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ അവർ വ്യാജ പ്രവാചകന്മാരായിരിക്കാം. നാം അവരെ സൂക്ഷിക്കുമെന്ന് ഈശോ വചനം പഠിപ്പിക്കുന്നു. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിങ്ങിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ എന്നും, നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുമെന്നും, നല്ല വൃക്ഷത്തിന് ചീത്ത ഫലമോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലമോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല എന്നും, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടുമെന്നും ഈശോ വചനങ്ങൾ പഠിപ്പിക്കുകയാണ്. ഫലങ്ങളിൽ നിന്ന് വ്യാജ പ്രവാചകന്മാരെ തിരിച്ചറിയണമെന്നും സൂക്ഷിക്കണമെന്നും പഠിപ്പിക്കുന്ന ഈശോ നമ്മളും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്നും, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടുമെന്നും വചനങ്ങൾ പഠിപ്പിക്കുന്നു. ഫലങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ പേരും പറഞ്ഞു വരുന്ന, നിഷ്കളങ്കരും നിരുപദ്രവകാരികളുമായി കാണപ്പെടുന്ന, കുഞ്ഞാടുകളെപ്പോലെ കാണപ്പെടുന്ന, വിനാശകരായ ചെന്നായ്ക്കളെപ്പോലുള്ള വ്യാജ പ്രവാചകന്മാരെ തിരിച്ചറിയുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി നിത്യജീവനിലേക്ക് നയിക്കപ്പെടുന്നവരായി മാറുള്ള കൃപയ്ക്ക് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. സുവിശേഷപ്പെട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.